അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മഹല്ല് അതിൻ്റെ സംഗമം നടത്തുക എന്നത് പല രീതിയിൽ നടത്താറുണ്ട്. ഇവിടെ ഇംദാദുൽ ഇസ്ലാം സംഘം മഹല്ല് സംഗമമാണ് ഈ മുർഷിദുൽ അനാ മദ്രസയിൽ ഈ പത്തപ്പിരിയം എന്ന് പറയുന്ന നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെങ്ങനെയൊക്കെയാണ് വളരേണ്ടത്, നമ്മുടെ മഹല്ല് എങ്ങനെയൊക്കെയാണ് ആകേണ്ടത്, ആ മഹല്ല് അങ്ങനെ ആകണമെങ്കിൽ നമ്മുടെ കുടുംബം എങ്ങനെയാണ് ആകേണ്ടത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് ഇവിടെ മഹല്ല് സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. മഹല്ല് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആ പദത്തിൻ്റെ അർത്ഥം പലതായി വ്യാഖ്യാനിക്കാറുണ്ട്. ചിലരതിനെ ഹല്ല് ചെയ്തെടുക്കുക എന്ന ഭാഷയിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അഥവാ റോയായി കിടക്കുന്നതിനെ ഒന്നും കൂടി നന്നായിട്ട് സംസ്കരിച്ച് നല്ലൊരു രൂപത്തിലേക്കാക്കി മാറ്റുന്നതിൻ്റെ പദമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അതല്ല മാഹൗൽ എന്ന് പറയുന്നതിൽ നിന്നും ഉണ്ടായതാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. മാഹൗൽ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ എന്നാണ് അർത്ഥം, അന്തരീക്ഷം. ഇത് രണ്ടും ഒരു മഹല്ലിന് ബോൽബലകമായ പദം തന്നെയാണ്. അഥവാ നമ്മുടെ അന്തരീക്ഷത്തെ ശരിപ്പെടുത്തുക. അന്തരീക്ഷം മലീമസമായാൽ നമ്മളും എന്താകും, പ്രയാസത്തിലേക്ക് പോകും. വായു മലീമസമായാൽ നമ്മുടെ ശ്വാസത്തെ ബാധിക്കുന്നത് പോലെ നമ്മുടെ അന്തരീക്ഷം മലീമസമായാൽ നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കും. അതുകൊണ്ട് ആ അന്തരീക്ഷത്തെ ശരിപ്പെടുത്തുക, നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക. ആ അന്തരീക്ഷത്തിൽ എല്ലാവരുമുണ്ട്. ഒരു മഹല്ല് സംഗമം സംഘടിപ്പിക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ കരുതരുത് അതൊരു മുസ്ലിം കൂട്ടായ്മയാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ മാത്രം കാര്യമാണ്. അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഈ തമിഴ്നാട് തന്നെ പോയി കഴിഞ്ഞാൽ അവിടെ കായൽപട്ടണം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ആ കായൽപട്ടണം എന്ന് പറയുന്ന സ്ഥലത്തെ മഹല്ല്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ വെല്ലൂരിൻ്റെ അപ്പുറത്തുള്ള വലിയൊരു മഹല്ലുണ്ട്. നമ്മളവിടെയൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ സന്ദർശിക്കാറുണ്ട്. അവിടെ പൊതുവെ ആ നാടിൻ്റെ കാര്യം പരിഹരിക്കുന്നത് ആ മഹല്ലിൽ വെച്ചിട്ടാണ്. അത് ഹൈന്ദവരുടെ, മറ്റുള്ള വിഭാഗക്കാരുടെ എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന സ്ഥലമാണ് അവിടെയൊക്കെ മഹല്ല്. എല്ലാവരും കൂട്ടമായി, സംഘമായി, നല്ല സ്നേഹത്തോടെ, വലിയ ആദരവോടുകൂടിയും പാരസ്പര്യത്തോടു കൂടിയും പരസ്പരം ബഹുമാനിച്ചുകൊണ്ടാണ് അവിടെയൊക്കെ മഹല്ല് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് മഹല്ലുകളുണ്ട്. ആ മഹല്ലുകളിലെല്ലാം എല്ലാവരും ഒന്നിച്ചാണ് താമസിക്കുന്നത്, ഒന്നിച്ചാണ് ജീവിക്കുന്നത്. ഒരു പക്ഷേ അതിശയോക്തി പറയല്ല, മഹല്ലിൻ്റെ നല്ലൊരു രൂപരേഖ ഇല്ല എങ്കിൽ ഒരു പക്ഷേ ഓരോരുത്തരും ഇങ്ങനെ ഭിന്നമായി പലതും പറയുകയും പലതും ചെയ്യുകയും പല അവസ്ഥയും വരികയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഇന്നലെ കശ്മീരിലും കണ്ടത് അതൊക്കെ തന്നെയാണ്. അതിൻ്റെ കാരണമേത്, ഹേതുകമേത് നമുക്കറിയില്ല. പക്ഷേ എന്നാലും ഒരു പ്രദേശത്തെ പെട്ടെന്ന് ഭീതിതമാക്കുകയും ഭീകരമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നൊരവസ്ഥ നമ്മുടെ നാട്ടിൽ കുറവാണ് എന്നല്ല, സത്യത്തിൽ അതിനെ പഠനവിധേയമാക്കിയാൽ തീരെ ഇല്ലാത്തതുമാണ്. അപ്പോൾ നമുക്ക് ഇന്നലെ നടന്ന ഒരു വലിയ ഭീകരമായ പ്രവൃത്തിയുടെ അതിൽ ആർക്കൊക്കെയാണ് അപകടം പറ്റിയത് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ നിരതമായി നമുക്ക് തുടങ്ങാം. ഒരിക്കലും നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്തിൽ, നമ്മുടെ സംസ്ഥാനത്തിൽ, നമ്മുടെ ജില്ലയിൽ എവിടെയും അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരാൾ പോലും വർഗീയപരമായൊരു ലോകത്തിലൂടെ പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും അവരോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകുകയും നമുക്ക് ചെയ്യാം. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം മഹല്ല് എന്ന് പറയുന്നത് അത് സത്യത്തിലൊരു അന്തരീക്ഷം ഉണ്ടാക്കലാണ്. ആ അന്തരീക്ഷത്തിൽ എല്ലാവരും ഉണ്ട്. എല്ലാവരും സ്നേഹത്തോടുകൂടി കഴിയലുണ്ട്. എല്ലാവരും ഒന്നിച്ച് കഴിയലാണ്. അതാണല്ലോ മഹല്ല്. അല്ലാതെ മഹല്ല് എന്ന് പറയുമ്പോൾ അത് മുസ്ലിമീങ്ങളുടെ മാത്രം ഒരു കാര്യമാണ് എന്ന് ആരും വിചാരിക്കരുത്. ആ മഹല്ലിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൽ നമുക്ക് പള്ളിയുണ്ട്, മദ്രസയുണ്ട്, മറ്റുള്ളവർക്ക് അവരുടെ പ്രാർത്ഥനകളും അവരുടേതായ ലോകങ്ങളുമുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യബന്ധങ്ങളുടെ, മനുഷ്യരുടെ സംസ്കാരങ്ങളുടെ, മനുഷ്യൻ്റെ ഒരുമയുടെ, അവരെല്ലാവരെയും ഒരുമിച്ചിരുത്തുന്നതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ കൂടിയാണ് മഹല്ല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കത്തിൽ ഒരു വീടിൻ്റെ ചെറിയ കാര്യം മുതൽ ആ നാട്ടിലെ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുന്ന എല്ലാ പ്രക്രിയകളും മഹല്ലിൽ കടന്നു വരേണ്ടതാണ്. അങ്ങനെയുള്ളൊരു മഹല്ലാണ് ഈ മഹല്ല് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ചും നമ്മുടെ ഈ മലബാർ ഭാഗത്ത് അങ്ങനെയൊക്കെ തന്നെയാണ്. തെക്കു ഭാഗത്ത് നാളെ ഇതേപോലെ തന്നെ നമ്മുടെ എറണാകുളത്തിൻ്റെ അപ്പുറത്ത് വെച്ചിട്ട് ഏകദേശം 1500 മഹല്ല് എന്നവർ പറയുന്നത്. 1500 മഹല്ലിൻ്റെ ഈ തൃശ്ശൂർ മുതൽ അങ്ങോട്ട് തിരുവനന്തപുരം വരെയുള്ളൊരു വലിയ സമ്മേളനം നടന്നിരുന്നു. ഇത്രയും 1500 മഹല്ലിലെ പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനം. അവിടെ നമ്മൾ കുറേ പദ്ധതികളൊക്കെ ഇടുകയുണ്ടായി. അവിടെ പ്രത്യേകിച്ചും അവിടെ ക്രിസ്ത്യൻ
അതേപോലെ തന്നെ ഹൈന്ദവ മുസ്ലിം എല്ലാവരും കൂടി സമ്മിശ്രമായി ജീവിക്കുന്ന, ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ നാട് പോലെ തന്നെയും. അതുകൊണ്ട് കേരളത്തിൽ വലിയൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുന്നതിൽ രാഷ്ട്രീയക്കാരുടെ പ്രവർത്തനത്തേക്കാൾ ഒരു പക്ഷേ വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നത് ഓരോ മഹല്ലുകളുമായിരിക്കും. കാരണം മഹല്ലുകൾക്കാണ് വ്യക്തികളുടെ പൾസ് അറിയുക, വ്യക്തികളുടെ അവസ്ഥകൾ അറിയുന്നത് അവർക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം മഹല്ലിലെ എല്ലാ ഭാഗങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു മഹല്ലായി നമുക്ക് സാധ്യമാകട്ടെ എന്ന് ആമുഖമായിട്ട് പറയാം. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, എത്രയോ കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കാനുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തെ വായിച്ചുകൊണ്ട് പറഞ്ഞോട്ടെ, മനുഷ്യരെല്ലാവരും തമ്മിലുള്ള വലിയ ബന്ധത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, അങ്ങേയറ്റത്തെ പാരസ്പര്യത്തിൻ്റെ ലോകം തീർക്കാനും കൂടിയാണ് എല്ലാ ഭാഗത്തും ഇത്തരത്തിലുള്ള സംഗമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തെക്ക് ഭാഗത്തൊക്കെ മഹല്ല് സംഗമം നടക്കുമ്പോൾ എല്ലാ ആളുകളെയും കൂട്ടാറുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയാം, മറ്റ് വിഭാഗക്കാരെയും കൂടി കൂട്ടാറുണ്ട്. കാരണം മഹല്ലെല്ലാവരും കൂടി ഒന്നിച്ചു പോകാനുള്ള കുറേ പദ്ധതികൾ, അതേപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള രസകരമായിട്ടുള്ള കുറേ സ്കോളർഷിപ്പ് എക്സാമിനേഷൻസ്, അതിൽ മഹല്ലിൻ്റെ സംഗമത്തിലൊക്കെ എത്രയോ മറ്റുള്ള ജാതിക്കാരായ ആളുകൾക്കൊക്കെ വലിയ വലിയ അവാർഡുകളും അവർക്ക് സ്കോളർഷിപ്പുകളൊക്കെ കൊടുക്കുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇവിടെയും എല്ലാവരും ഇടകലർന്ന് ജീവിക്കുന്ന സ്നേഹോഷ്മളമായ ഈ ഭൂമികയിൽ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളും സഹോദരിമാരും ഇതര സമൂഹത്തിൽപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും ഒരുമിച്ച് തിങ്ങി താമസിക്കുന്ന ഈ പ്രദേശത്ത് നമ്മൾ ഏറ്റവും കൂടുതലായി മഹല്ല് സംഗമത്തിൽ എന്തൊക്കെയാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ഇവിടെയുള്ളത്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തെ വായിക്കലാണ്. ഇപ്പോൾ ഇവിടെ അൽ ഫിത്ര എന്ന് പറയുന്ന ഒരു സ്കൂൾ സിസ്റ്റത്തെ നമ്മൾ പരിചയപ്പെട്ടു. അതൊരു സ്കൂൾ സിസ്റ്റമാണ്. അതൊരു പ്രത്യേകമായ റിസർച്ചിലൂടെ കടന്നു പോകുന്നൊരു സിസ്റ്റമാണ്. ആദ്യം നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം അതിന്. ഞാൻ ഒരുപാട് കാലമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളാണ്. അൽ ഫിത്ര വന്ന സമയം മുതലേ അതിനെ ഏറ്റെടുത്തിരുന്ന ഫാറൂഖിയെ പോലെയുള്ള ആളുകൾ കോഴിക്കോട് വെച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ്ങിനൊക്കെ എന്നെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ചില പരിപാടികൾ ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് അസ്വാലത്ത്, ഹദാസത്ത് എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങളാണ്. അവിടെ വെച്ച് നമുക്ക് തുടങ്ങാം. അൽ ഫിത്ര എന്താണെന്ന് പറഞ്ഞ് നേരെ മഹലിലേക്ക് നമുക്ക് കടക്കാം. അഥവാ അസ്വാലത്ത് എന്ന് പറഞ്ഞാൽ അസലിയായി നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാണോ വേണ്ടത് അതിനെ കുഞ്ഞുകാലം മുതലേ നമ്മുടെ ഉള്ളിലേക്ക് നന്മയുടെ ഒരു വല്ലാത്തൊരു തുരുത്തുണ്ടാക്കുന്ന പ്രക്രിയയാണ് ശരിക്കും അസാലത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസലിയായി എന്താണ് വേണ്ടത്? ഇപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളുടെ ആദ്യ പാഠങ്ങൾ അവിടെ തുടങ്ങുന്നു. ആദ്യ പാഠങ്ങൾ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിൽ നിന്ന് തുടങ്ങി അള്ളാഹുവിൽ അവസാനിപ്പിക്കുന്ന ഒരു ജീവിതമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസങ്ങളും അങ്ങനെയാണ്. നമ്മൾ ജനിച്ചു വീണ സമയത്ത് നമ്മുടെ കാതുകളിൽ മന്ത്രിച്ച പദം അള്ളാഹു അക്ബർ എന്നതാണ്. അള്ളാഹ് എന്ന പദമാണ് നമ്മൾ ആദ്യം കേട്ടത്. നമ്മൾ അവസാനമായി മൊഴിയേണ്ടുന്ന പദവും ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ്. അള്ളാഹു അവിടെ അവസാനം വരുന്നു എന്നതാണ്. അപ്പൊ അവസാനത്തെ പദവും അതാണ്, ആദ്യത്തെ പദവും അതാണ്. ഏറ്റവും വലിയ പ്രബോധനമായി അള്ളാഹു പറഞ്ഞത് അല്ലെങ്കിൽ റസൂലുള്ളാഹി നമ്മൾ അറിയിച്ചത് ദഅവത്തി താമ്മ, പരിപൂർണമായ എന്ന് പറയുന്ന ബാങ്ക് എന്ന് പറയുന്നതും തുടങ്ങുന്നതും അവസാനിക്കുന്നതും അള്ളാഹുവിലാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തുടങ്ങുന്നു, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് അവസാനിക്കുന്നു. ഏകഛത്രാധിപതിയും സർവാധിപതിയുമായ അള്ളാഹുവിൽ നിന്ന് ദഅവത്ത് തുടങ്ങുന്നു, അള്ളാഹുവിൽ തന്നെ ദഅവത്ത് അവസാനിക്കുന്നു. ഏകഛത്രാധിപതിയായ അള്ളാഹുവിൽ ജീവിതം തുടങ്ങുന്നു, ജീവിതം അത് പറഞ്ഞുകൊണ്ട് തന്നെ അവസാനിക്കുന്നു. നമ്മൾ അള്ളാഹ് എന്ന് പറയുന്നത് ഏകം സതിപ്രാഹ ബഹുദാ വദന്തി ഏകം സതിപ്രാഹ ബഹുദാ കൽപ്പയന്തി എന്നാണ് വേദങ്ങളിൽ നമ്മൾ കാണുക. ഏകമായിട്ടുള്ളതിനെ പലരും പലതായി വ്യാഖ്യാനിക്കുന്നു, ഏകമായിട്ടുള്ളതിനെ പലതും പലരായി കൽപ്പിക്കുന്നു. അപ്പൊ ഏകമാണ് എല്ലാം. ആ ഏകതയിൽ നിന്ന് പിന്നീട് വന്ന വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാം, അതിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. അപ്പൊ ഏകനായ ഒരു അള്ളാഹുവിലേക്ക്, വേറെ ഒന്നിലേക്കും തിരിയാത്ത ഒരു ലോകത്തിലേക്ക് നമ്മൾ ആകുന്നതാണ് ആദ്യം നമ്മൾ തുടങ്ങി വെച്ചത്, അവസാനം നമ്മൾ അവസാനിപ്പിക്കുന്നത്. ഇനി നമ്മുടെ നിസ്കാരവും ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം തുടങ്ങുന്നത് അള്ളാഹ് എന്ന വാക്കിലൂടെയാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അത് അവസാനിക്കുന്നതും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞിട്ടാണ്. വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മയ്യത്ത് നിസ്കാരത്തിന് ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറഞ്ഞ വബറകാത്തു എന്ന് ചേർക്കണോ ചേർക്കണ്ടയോ എന്നുള്ള തർക്കത്തിൽ ഉലമാക്കൾ പറഞ്ഞു വെച്ചത് എല്ലാ നിസ്കാരത്തിന് ശേഷം അള്ളാഹുവിൽ തുടങ്ങി
അള്ളാഹുവിൽ അവസാനിക്കണമെന്ന സിദ്ധാന്തം തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ. ചില അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക് തർക്കത്തിലേക്ക് അത് പോകാം. അതിലേക്ക് നമ്മളില്ല. തർക്കങ്ങൾ സംസാരിക്കാൻ നമുക്ക് താല്പര്യവുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാം അള്ളാഹുവിൽ നിന്ന് തുടങ്ങുന്നു, എല്ലാം അള്ളാഹുവിൽ അവസാനിക്കുന്നു. അത് നമ്മുടെ ഇബാദത്തായാലും അങ്ങനെയാണ്, നമ്മുടെ ജീവിതമായാലും അങ്ങനെയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായ ദഅവത്തായാലും അങ്ങനെയാണ്. അപ്പോൾ ആ അള്ളാഹുവിലേക്കാണ് നമ്മുടെ എല്ലാ തുടക്കവും ഉണ്ടാകുന്നത്, എല്ലാ ഒടുക്കവും ഉണ്ടാകുന്നത്. ഹുവൽ അവ്വൽ ഹുവൽ ആഖിർ, അവനാണ് ആദ്യവും അവനാണ് അവസാനവും. ഹുവൽ ലാഹിർ ഹുവൽ ബാത്തിൽ, അവനാണ് ആന്തരികവും അവനാണ് എന്താകുന്നത്, അവനാണ് ബാത്തിനും. ബാത്തിലല്ല ബാത്തിൻ. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകലാണ് സത്യത്തിൽ അള്ളാഹ് എന്നുള്ള ചിന്തയിലേക്ക് എത്തൽ, അഥവാ ഏകനായ അള്ളാഹുവിലേക്ക് തിരിയുക എന്നതാണ് ആദ്യമായി മഹല്ല് വാസികൾ എന്ന അർത്ഥത്തിൽ, അതിൻ്റെ വിശ്വാസികൾ എന്ന അർത്ഥത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടത്. വേറെ ഒന്നിലേക്കും തിരിയാത്തൊരവസ്ഥയുണ്ടാകലാണ് വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആ വിശ്വാസ പ്രമാണത്തിൻ്റെ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളുടെയും അസലുകളെ കുഞ്ഞുനാൾ മുതലേ വിദ്യാർത്ഥികളുടെ ഇടങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ പേരാണ് അസാലത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ കുട്ടിക്കാലം മുതലേ കുട്ടികളെ അങ്ങനെ വളർത്തിയെടുക്കുക. അതെന്തിനാണ്? അങ്ങനെ വളർന്ന കുട്ടികൾക്ക് ഒരിക്കലും മറ്റൊരു രൂപത്തിലേക്ക് പോകാൻ സാധിക്കുകയില്ല എന്നതുകൊണ്ടാണ്. അതൊരു മുസ്ലിം എന്ന അർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നുവെങ്കിലും അതിൻ്റെ വേരുകൾ ഇങ്ങോട്ട് താഴ്ന്ന് അതിൻ്റെ ഷജറകളുണ്ടല്ലോ, അതിൻ്റെ കൊമ്പുകൾ, അതിൻ്റെ ശിഖിരങ്ങൾ അത് വ്യാപിച്ച് കിടക്കുകയാണ്. ആ വ്യാപിച്ച് കിടക്കുന്നൊരു സംസ്കാരമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മദ്യവും മയക്കുമരുന്നുമൊക്കെയായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായി ഈ ലോകത്തിൽ മയക്കുമരുന്നിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് UK നടന്നൊരു പഠനപ്രകാരം, എൻ്റെ അടുത്ത് അതിൻ്റെ ലേഖനങ്ങളുണ്ട്, അതിൻ്റെ പഠനപ്രകാരം സത്യത്തിൽ സൈക്കോളജിസ്റ്റുകളുടെ കൗൺസിലിംഗ് കൊണ്ടോ തെറാപ്പിസ്റ്റുകളുടെ തെറാപ്പികൾ കൊണ്ടോ സോഷ്യോളജിസ്റ്റുകളുടെ സോഷ്യൽ ആക്ടിവിസം കൊണ്ടോ ഇതൊന്നുമല്ല. അതൊക്കെ അതിൻ്റെ ഭാഗങ്ങളായിട്ടുണ്ട്. അവരെ ആരുടെയും നമ്മൾ കുറക്കുന്നില്ല. പക്ഷേ ഈ ലോകത്തിൽ മാസീവായി ആളുകൾ അഥവാ ഗ്രൂപ്പായി ആളുകൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് ഓൺലി ബിക്കോസ് ഓഫ് റിലീജിയസ് എന്നുള്ള പഠനമാണ് നടക്കുന്നത്. അഥവാ മതപരമായ മൂല്യത്തിലേക്ക് അവർ ആഴ്ന്നിറങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് അവർ വിട്ടുനിൽക്കുന്നു എന്നാണ്. ഇപ്പോൾ ഇരിക്കുന്ന നമ്മളെല്ലാവരും അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും കുഞ്ഞുനാൾ മുതലേ കേട്ട പദങ്ങളുണ്ട്, ചെറുപ്പത്തിലെ നമ്മൾ അനുഭവിച്ച അനുഭവങ്ങളുണ്ട്. മാതാപിതാക്കളെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ മദ്രസയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വൃദ്ധസദനങ്ങളിൽ പോലും മുസ്ലിമീങ്ങളുടെ എണ്ണം കുറയുന്നത് എന്ന് പ്രിയങ്കരനായ സുഹൃത്ത് നമ്മുടെ ഒരു പള്ളിയിലച്ഛൻ സംസാരിച്ച അതിൻ്റെ പേരിലാണ്. പാലക്കാട് മുതൽ കാസർഗോഡ് വരെ വൃദ്ധസദനം സന്ദർശിച്ചപ്പോൾ ഞാൻ ഒരാളെയും കണ്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. നമ്മളത് അവകാശവാദമായി എടുക്കുന്നില്ലെങ്കിലും മാതാവിനോട് എങ്ങനെയാണ് വീട്ടിൽ പെരുമാറേണ്ടത് എന്ന് ഇപ്പോഴും ടെക്സ്റ്റ് ബുക്കുകളിലുണ്ടോ? ഏതെങ്കിലും നല്ല സാത്വികനായ അധ്യാപകൻ നമുക്ക് ചില കഥകൾ പറഞ്ഞു തരുമെന്നതല്ലാതെ കുടുംബത്തിൻ്റെ അലൈൻമെന്റ് എന്താണ്? സോഷ്യോളജി എന്നെ പഠിപ്പിക്കുന്നത് കുറെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഏതായാലും കുടുംബത്തിൻ്റെ അലൈൻമെന്റ് എന്താണ്, അതിലെ ഹിറാർക്കി എന്താണ്, ആ ഹിറാർക്കിയിൽ എങ്ങനെയാണ് പോകേണ്ടത് പഠിപ്പിക്കുന്നുണ്ടോ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിൽ? ഞാനതിനെ കുറ്റപ്പെടുത്തല്ല, പക്ഷേ അവർക്കതുണ്ട്, ഒരു ക്രൊണോളജിക്കൽ ഓർഡർ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അതിന് ബദലായി അല്ലെങ്കിൽ അതേപോലെ തന്നെ മറ്റൊരു വിശ്വാസ പ്രമാണത്തിന് ഒന്നും പുൽകാതെ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഫിത്രത്തിനെ, മനുഷ്യൻ്റെ പ്രകൃതത്തിനെ, ആ പ്രകൃതത്തിനെ ഏറ്റെടുക്കുന്നതിൻ്റെ പേരാണ് അൽ ഫിത്ര. ഫിത്ര എന്ന് പറഞ്ഞാൽ ശുദ്ധ പ്രകൃതി എന്നാണ് അർത്ഥം. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ കുട്ടിയും ശുദ്ധ പ്രകൃതിയിലാണ് ജനിച്ചത് എന്നർത്ഥം. ആ അൽ ഫിത്രയാണ് ഇവിടെ കാണിച്ചിട്ടുള്ള അൽ ഫിത്ര. മനസ്സിലാക്കിയാൽ അഥവാ കുഞ്ഞുനാൾ മുതലേ വാല്യൂസിനെ, എങ്ങനെയാണ് മനുഷ്യരെ സ്നേഹിക്കേണ്ടത് എന്നതിനെ, എങ്ങനെയാണ് ഏകഛത്രാധിപതിയും സർവാധിപതിയും സമഗ്രാധിപതിയുമായ അള്ളാഹുവിലേക്ക് സമ്പൂർണ്ണമായി തിരിയേണ്ടത് എന്നതിനെ, എങ്ങനെയാണ് അവനുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനകളിൽ മുഴുകേണ്ടത് എന്നതിനെ കുഞ്ഞുനാൾ മുതലേ ആ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് ഹൃദയപൂർവ്വം ഏറ്റെടുക്കുന്നതിൻ്റെ പേരാണ് അൽ ഫിത്ര. അവിടെ വൈര്യങ്ങളില്ല, വിദ്വേഷങ്ങളില്ല, പ്രശ്നങ്ങളില്ല, ആളുകളെ വെറുക്കലില്ല, ഒരിക്കലും മറ്റുള്ള രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിലും ഈ വർഗീയപരമായ കാര്യങ്ങളൊക്കെ മതക്കാരുണ്ടാക്കുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ എവിടെയോ സംസാരിച്ചിട്ടുണ്ട്, ഒന്നും കൂടി പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് തോന്നരുത്. ഒരിക്കലും മതക്കാരല്ല ഇതുണ്ടാക്കുന്നത്. മതക്കാരെ ഉപയോഗിക്കുന്ന, അവരെ ചാട്ടുളിയാക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരാണ്. ഏത് രാഷ്ട്രീയമെന്ന് ഞാൻ പറയുന്നില്ല.
രാഷ്ട്രീയ പ്രവർത്തകരാണ് ഇങ്ങനെയൊക്കെ ആക്കി മാറ്റുന്നത്. ലോകത്തിൽ എവിടെയൊക്കെ രാഷ്ട്രീയ മതത്തിലേക്ക് വന്നിട്ട് വല്ലാണ്ട് കരിമ്പടം പോലെ കൊണ്ടു നടക്കുന്നുണ്ടോ അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ടാകും. ഞാനൊരു പരിപാടിക്ക് പോയപ്പോൾ E.T. മുഹമ്മദ് ബഷീർ സാഹിബുണ്ട് കൂടെ. ഓസ്ട്രേലിയയാണ്. ഞാൻ സംസാരിച്ചിട്ടുണ്ട്, മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓസ്ട്രേലിയയിൽ പോയ സമയത്ത് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, E.T. സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടുത്തെ ഒരു MP ഉണ്ട്, അവിടുത്തെ മേയറുണ്ട്, മറ്റൊരു ഇന്ത്യൻ വംശജയായ വൈശാഖ എന്ന് പറയുന്ന ഒരു ലേഡിയുണ്ട്, അവരും MP ആണ്. ഇതും ഒരു ലേഡി MP ആണ്, ഓസ്ട്രേലിയ. അവർ ട്രിപ്പിൾ PhD കഴിഞ്ഞ ആളാണ്. ട്രിപ്പിൾ PhD 3 വിഷയത്തിൽ PhD എടുത്ത ആളാണ്. അപ്പം എന്നോട് ചോദിച്ചു ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. KMCC എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്, അവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോയതാണ്. ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്? KMCC. വാട്ട്സ് KMCC എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കേരള മുസ്ലിം കൾച്ചറൽ സെൻറ്റർ. ഓ മുസ്ലിം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ഓ മുസ്ലിം. അപ്പം ഞാൻ വിചാരിച്ചു ആ ലേഡി, അവർ ഞാൻ പരിചയപ്പെട്ടപ്പോൾ തന്നെ മനസ്സിലായി ട്രിപ്പിൾ PhD കഴിഞ്ഞതാണ്. 3 PhD ആണ് അവർക്കുള്ളത്, അതും ഓസ്ട്രേലിയ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അവർ തുടങ്ങുന്നത് ഒരു പക്ഷേ ഇന്നത്തെ വിവാദങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാകാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കവേ അവർ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: ഇസ്ലാം മതത്തെ എതിർക്കുന്നത് ഒരിക്കലും മതക്കാരല്ല, അങ്ങനെ നിങ്ങൾ വിശ്വസിക്കരുത്. മതക്കാരതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗമാകുന്നുണ്ടെങ്കിൽ അത് ആ മതത്തിൻ്റെ പ്രയോഗവുമല്ല. അവർ ഉപയോഗിച്ച വാക്ക് they just shadow the politicians എന്നാണ്. അവർ രാഷ്ട്രീയക്കാരുടെ നിഴലായി മാറുകയാണ്. അതാരുമാകട്ടെ, മുസ്ലിമീങ്ങളാകട്ടെ, ഹൈന്ദവരാകട്ടെ, ക്രിസ്ത്യൻ ജനതയാകട്ടെ. കാരണം എന്താണെന്നറിയോ? ഇവരെയെല്ലാം നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റ് ഭീമന്മാരാണ്. എന്നിട്ട് അവർ പറഞ്ഞു, അവരുടെ ഒരു റിസർച്ച് അതിൽ തന്നെയാണ്, ബിസിനസ്സിലാണ് അവർ റിസർച്ച് ചെയ്തത്. എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ഭീമന്മാരാണ് ഈ ലോകത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. എന്തുകൊണ്ട് കോർപ്പറേറ്റ് ഭീമന്മാർ എന്ന് പറഞ്ഞാൽ വലിയ കച്ചവടക്കാർ. ഈ ലോകത്തിൽ ഏറ്റവും പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ്സിൽപ്പെട്ട ഒരു ബിസിനസ് ഡ്രഗ്സ് ആണ്. അവർ പറഞ്ഞ വാക്കതാണ്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഏകദേശം ഒരു 5-8 വർഷമായി. അത് അന്ന് നമ്മുടെ കേരളത്തിൽ ഇത്ര പ്രബലമായിട്ട് ഡ്രഗ്സ് വന്നിട്ടില്ല, ഇത്ര വ്യാപകമായിട്ട് വന്നിട്ടില്ല. ആ സമയത്ത് അവർ പറയുന്നത് ലോകത്തിൽ ഏറ്റവും പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന നെറികെട്ട വ്യാപാരം അത് ഡ്രഗ്സ് ആണ്. ആ ഡ്രഗ്സിനെ ഏറ്റവും കണിശിതമായി എതിർക്കുന്നത് നിങ്ങളുടെ റിലീജിയനാണ്, നിങ്ങളുടെ മതമാണ്. മറ്റുള്ള മതക്കാരും എതിർക്കുന്നുണ്ട്, പക്ഷെ ഏറ്റവും ശക്തമായി അത് ഹറാമാക്കി മാറ്റി, നിഷിദ്ധമാക്കി മാറ്റി. അത് നമ്മുടെ ഒരു വല്ലാത്ത ഫിലോസഫിയുടെ ഭാഗമാക്കി. ഡ്രഗ്സ് പാടില്ലെന്നും മദ്യം പാടില്ലെന്നും. ആ കച്ചവടത്തെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ട് കോർപ്പറേറ്റ് ഭീമന്മാർ നിങ്ങൾക്കെതിരെ തിരിയുന്നു. അതിനവർ ചിലതിനെയൊക്കെ ചട്ടുകങ്ങളാക്കുന്നു. വലിയ വലിയ കച്ചവടക്കാരുടെ കച്ചവടങ്ങൾ ചിലപ്പോൾ അവിടെയൊക്കെ തളർന്നില്ലാതെയായി പോകുമെന്ന് ഭീതിപ്പെടുന്നു. പിന്നെ ഒന്ന് സെക്സ് ടൂറിസമാണ്. അതങ്ങനെ തന്നെ പറയാൻ നമുക്ക് മടിയുണ്ട് അവർ പറഞ്ഞ വാക്കുകളെ. അഥവാ അത് പ്രദർശിപ്പിച്ചുകൊണ്ട് ആ രാജ്യത്തിലേക്ക് ഇങ്ങനെ ഏറ്റെടുക്കുന്ന ഒരുപാട് ആളുകളെ ഏറ്റെടുക്കുന്ന രാജ്യങ്ങളുണ്ട്. അതിനെയും നിങ്ങൾ നിശ്ചിതമായി എതിർക്കുന്നു. അങ്ങനത്തെ രാജ്യങ്ങൾ ഇസ്ലാം എന്ന പേരിൽ ഇല്ല എന്നല്ല, പക്ഷേ മുസ്ലിമീങ്ങൾ യഥാർത്ഥ വിശ്വാസികൾ അതിനെ എതിർക്കുന്നു. അപ്പോൾ ആ കോർപ്പറേറ്റ് ഭീമന്മാരും നിങ്ങളെ എതിർക്കുന്നു. നമ്പർ 3, ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ആയിരക്കണക്കിന് കോടികൾ ഒറ്റ മിനിറ്റ് കൊണ്ട് പോവുകയും വരികയും ചെയ്യുന്ന ഒരു കളിയുണ്ട്, ഗാംബ്ലിംഗ്. ആ ഗാംബ്ലിങ്ങിനെ, ചൂതാട്ടത്തിനെ നിശ്ചിതമായി എതിർക്കുന്ന ഏകമതം നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേറ്റ് ഭീമന്മാർ നിങ്ങളെയും എതിർക്കുന്നു. അഥവാ ആ കോർപ്പറേറ്റുകാർ, നിങ്ങൾ വിശ്വസിക്കുന്ന ഈ ഗാംബ്ലിങ്ങിൻ്റെ ആളുകൾ അതിനെ എതിർക്കുന്നു എന്നാണ്. പിന്നെ അവർ പറഞ്ഞത് എക്സ്ട്രീം ഇൻട്രസ്റ്റ്, അങ്ങേയറ്റത്തെ പലിശയിൽ അകപ്പെട്ടിട്ട് കൂര പോലും നഷ്ടപ്പെട്ട് ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് പോയി. ഇതാ നമ്മുടെ കേരളത്തിൽ പോലും കഴിഞ്ഞ വർഷത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് ആത്മഹത്യ ചെയ്തത്, അറിഞ്ഞും അറിയാതെയും, പത്രങ്ങളിൽ വന്നതും വരാതെയും. ആ ഒരു രീതിയിൽ ഈ പലിശയെ നിങ്ങൾ എതിർക്കുന്നു. അതുകൊണ്ട് കോർപ്പറേറ്റ് ഭീമന്മാർ നിങ്ങൾ എതിർക്കുന്നു. അപ്പോൾ ആ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് ആവശ്യം ഇത് തളരലാണ്. അതിനുവേണ്ടി അവർ എത്തീസം പടച്ചുവിടും, അതിനുവേണ്ടി അവർ ഡിങ്കോയിസം പടച്ചുവിടും, അതിനുവേണ്ടി ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ മഹല്ല് പോലുള്ള സംവിധാനങ്ങളൊക്കെ ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കും. ഇതിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോയാൽ കോർപ്പറേറ്റുകാരാണ് ഇതിൻ്റെ ചരടുകൾ വലിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുമെന്നാണ് അവരന്ന് പറഞ്ഞു വെച്ചത്. ഞാൻ പറയുന്നത് എല്ലാം കോർപ്പറേറ്റിൻ്റെ വകയിലേക്ക് ഇടല്ല. ആ കോർപ്പറേറ്റുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളുണ്ടാകാം, രാഷ്ട്രീയത്തിൽ തന്നെ കോർപ്പറേറ്റുകാരോട് കൈകോർത്തു പോകുന്ന ആളുകളുണ്ടാകാം, ആ ആളുകൾക്ക് വേണ്ടി ആ കോർപ്പറേറ്റുകാർ പറഞ്ഞു കൊടുക്കുന്ന വിഷൻ ഉണ്ടാകാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ കടന്നുപോയി അവസാനം നഷ്ടപ്പെടുന്നത് എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിൽ വ്യാപകമായി ഇപ്പോൾ ഈ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്താ? ഒന്നാമത്തെ കാര്യം ഡ്രഗ്സ് തന്നെ. ഇതുവരെ നമ്മൾ കേൾക്കാത്ത, ഒരു പക്ഷേ അതിനെപ്പറ്റി പഠിക്കുന്നവർ മാത്രമേ അന്ന് LSD എന്തെന്ന് ചർച്ച ചെയ്തിട്ടുണ്ടാകൂ.
സൈക്കോളജിയും സോഷ്യോളജിയും ആന്ത്രോപോളജിയും ഒക്കെ പഠിക്കുന്നവർ മാത്രമേ ചിലപ്പോൾ എന്താണ് MDMA എന്നുള്ള പദം കേട്ടിട്ടുണ്ടാകൂ. പക്ഷേ ഇന്ന് എല്ലാവർക്കും അറിയാം എന്താണ് LSD എന്നും എന്താണ് MDMA എന്നും. കാരണം അത്രമാത്രം വ്യാപിച്ചതുപോലെയാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. പക്ഷെ നമ്മൾ ഭീതിപ്പെടാൻ പാടില്ല. ഇതിനെ ഇല്ലായ്മ ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. എവിടെയാ ആദ്യം ഇല്ലായ്മ ചെയ്യേണ്ടത്? ആദ്യം ഇല്ലായ്മ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണ്. ഞാനത് തൊടില്ല എന്ന്. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും dare to say no, നോ പറയാൻ ധൈര്യം കാണിക്കുക. ദാറ്റ് ഈസ് പേഴ്സണാലിറ്റി, ദാറ്റ് ഈസ് ഇൻഡിവിജ്വാലിറ്റി. ഒരു മനുഷ്യന്റെ ഏറ്റവും കരുത്തുള്ള വചനം നോ എന്ന പദമാണ്. യെസ് എന്ന പദമല്ല. യെസ് എന്ന പദം അത്ര കരുത്തുള്ള പദമല്ല. നീ അത് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ യെസ് എന്ന് പറയലല്ല ശക്തം, ചെയ്യില്ല എന്ന് പറയലാണ് ശക്തം. നോ പറയലാണ് ഏറ്റവും വലിയ ശക്തം. മോനെ നീ ഒന്ന് വലിക്കടാ എന്ന് പറഞ്ഞിട്ട് ഊട്ടിയുടെ തെരുവ് കയറുമ്പോൾ ആ സമയത്ത് സിഗരറ്റ് വലിക്കാൻ തന്നാൽ നോ എന്ന് പറയലാണ് ഏറ്റവും ശക്തം, അല്ലാതെ യെസ് എന്ന് പറയലല്ല. യെസ് എന്ന് പറയാൻ എളുപ്പമാണ്, നോ എന്ന് പറയാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് dare to say no എന്നുള്ള പ്രയോഗം ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചത്. നോ പറയാൻ ധൈര്യം കാണിക്കുക എന്നതാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും അവരുടെ ടൂറിലാകട്ടെ, കല്യാണത്തിന്റെ തലേന്നാകട്ടെ, നിങ്ങളുടെ ബർത്ത്ഡേ പാർട്ടിയുടെ തലേന്നാകട്ടെ, ആഘോഷിക്കുന്നവരുണ്ടാകാം, ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. ബർത്ത്ഡേ പാർട്ടിയുടെ തലേന്നാകട്ടെ, ഏത് പാർട്ടിയുടെ തലേന്നും നിങ്ങൾ ഏറ്റവും കൂടുതൽ പറയേണ്ടുന്ന പദം dare to say no എന്നാണ്. വിവാഹ ദിവസത്തിൽ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി ആ മേക്കപ്പ് ചെയ്തിട്ട് ഒരു പക്ഷേ ചിലപ്പോൾ അവളൊന്ന് മുഖമൊന്ന് വൃത്തിയാക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകാം. ഞാൻ കാലത്ത് വായിച്ചുകൊണ്ട് പറഞ്ഞോട്ടെ. പക്ഷെ ആ സമയത്ത് ഈ കേട്ടതുപോലെ ഇവിടെ നിന്ന് പള്ളിയിൽ നിന്ന് ബാങ്കുലി മുഴങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം എന്ന അർത്ഥത്തിൽ അതിനെ ഒന്ന് മായ്ച്ചു കളയാനും അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനും പറ്റണമെങ്കിൽ ഈ പറയുന്ന ബ്യൂട്ടീഷ്യനോട് പറയണം dare to say no, നോ പറയാനുള്ള കരുത്തുണ്ടാകണം ഒരു പെൺകുട്ടിക്ക്. അപ്പോൾ മാത്രമേ ആ കുട്ടി നല്ലൊരു പേഴ്സണാലിറ്റി ആകുന്നുള്ളൂ, നല്ലൊരു ഇൻഡിവിജ്വാലിറ്റി ആകുന്നുള്ളൂ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കരുത്ത് സത്യത്തിൽ നോ എന്ന് പറയൽ തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും മദ്രസയിലേക്ക് പോവാണോ, 6:30 മണി 7 മണിക്ക് ചിലപ്പോൾ മദ്രസ തുടങ്ങുന്ന സമയത്ത് ഏതെങ്കിലും ഒരാൾ വന്ന് ബൈക്കിൽ വന്നിട്ട് ദാ മോനെ എവിടെയാ വഴി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ചൂണ്ടിച്ച് കാണിച്ചു കൊടുത്ത് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നിട്ട് നല്ല മോനാട്ടോ ഇത് ഉപയോഗിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു മഞ്ഞ മിഠായിയോ അല്ലെങ്കിൽ ചുവന്ന മിഠായിയോ റോസ് മിഠായിയോ നിങ്ങൾക്ക് തരുമ്പോൾ അതിനെ തിരിച്ചു മറിച്ച് നോക്കി അതിൻ്റെ വർണ്ണാഭമായ ഭാഗം കണ്ടിട്ട് അതിനെ അണ്ണാക്കിലേക്ക് ഇട്ടിട്ട് എന്നേക്കുമായി മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോകുന്ന കുഞ്ഞുകുട്ടിയായി നമ്മൾ മാറാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. അവിടെ നമുക്ക് പരിചയമില്ലാത്ത ആളുകൾ എന്തെങ്കിലും തരുമ്പോൾ സോറി എന്ന് പറയാൻ നമുക്ക് പറ്റണം. നോ പറയലാണ് ഏറ്റവും വലിയ പണി. അത് തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ പെൺകുട്ടികളും ചിലപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഹായ് എന്നൊരു മെസ്സേജ് വരും. അപ്പം നിങ്ങൾ തിരിച്ച് ഹായ് ചോദിക്കും. ആ സമയത്ത് ആരാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്നാളാണ്, സ്കൂളിൽ ഇന്നാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ രൂപത്തിൽ അതിൻ്റെ വാഗഭേദങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറയാൻ പറ്റണം നോ എന്ന്. അങ്ങനെ എല്ലാ ഫീൽഡിലും ആൾക്കാരുണ്ട്. ഞാൻ ഫീൽഡുകൾ പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല. ഫുട്ബോളിലും അങ്ങനത്തെ ആൾക്കാരുണ്ട്. മഹലിൻ്റെ പരിപാടിയാണെങ്കിലും കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞോട്ടെ, ഫുട്ബോളിലും അങ്ങനത്തെ ആൾക്കാരില്ലേ? ഞാൻ വ്യക്തികളെ അങ്ങനെ ഉയർത്തി പറയല്ല. ഇന്ന് ഈ മഹലിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന ഓരോ യുവാക്കളോടും വിദ്യാർത്ഥികളോടും, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ലോകത്തിലെ കരിയറിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഈ കൂട്ടത്തിലുണ്ടാവുമല്ലോ. കരിയറിൽ ഏറ്റവും ടോപ്പ് പൊസിഷൻ ഏതാണെന്നറിയോ? ലോകത്തിലെ ഏറ്റവും ടോപ്പ് പൊസിഷൻ ഏതാണെന്നറിയോ? ചില ആളുകൾ പറയും ഡോക്ടറാണ്, ചില ആളുകൾ പറയും എഞ്ചിനീയറാണ്, ചില ആളുകൾ പറയും അല്ല കളക്ടേഴ്സാണ്. ഇതപ്പോൾ സിവിൽ സർവീസിൻ്റെ റിസൾട്ട് ഇന്നലെ വന്നു. കേരളത്തിന് തന്നെ 5-6 റാങ്കുകളാണ്, ഏറ്റവും പ്രധാനപ്പെട്ട റാങ്കുകൾ വന്നു. അത് ഡോക്ടേഴ്സിനേക്കാളും എഞ്ചിനീയേഴ്സിനേക്കാളൊക്കെ മുകളിലാണ്. ചിലർ പറയും അതിനേക്കാൾ മുകളിൽ സയൻറ്റിസ്റ്റുകളാണ്, അതിനേക്കാൾ മുകളിൽ സ്പേസ് സയൻറ്റിസ്റ്റുകളാണ്. ഇങ്ങനെ തരംഗങ്ങളാക്കിയിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കരിയറിലെ ഏറ്റവും വലിയ പൊസിഷൻ, ഞാൻ കോഴ്സിനെ കുറിച്ചല്ല പറയുന്നത്. നിങ്ങൾ ഇഫ് ഇറ്റ് ഈസ് ഡോക്ടർ, ഇഫ് ഇറ്റ് ഈസ് എഞ്ചിനീയർ, എന്തായാലും ശരി, നിങ്ങൾ ആരോ ആകട്ടെ, നിങ്ങളൊരു സോഷ്യൽ റിഫോമർ ആവുക എന്നതാണ് ലോകത്തിലെ ഏറ്റവും. ഇപ്പം ഈ നാടിനൊരു പേര് പറയാനുണ്ടാവുമല്ലോ, സോഷ്യൽ റിഫോർമേഷൻ്റെ ഭാഗം പറയുമ്പോൾ ഇവിടുത്തെ AP അബ്ദുൽ ഖാദർ മൗലവിയെ പറയാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇവിടുത്തെ ഓരോ നവോത്ഥാനത്തിൻ്റെ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടുത്തെ പ്രിയപ്പെട്ട AP ഖാദർ മൗലവിയെ അല്ലേ നിങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. നവോത്ഥാന നായകന്മാർ എന്നും നവോത്ഥാന നായകന്മാരാണ്.
ഇവിടെ പതാ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു പറ്റം ആളുകളുണ്ടല്ലോ, സ്ത്രീകൾ അവിടെയും പുരുഷന്മാരിവിടെയും, ഈ ഇരുത്തത്തിന്റെ ഹേതുകം ഒരു പക്ഷേ തുടങ്ങി വെച്ചിട്ടുണ്ടാവുക ആ പാവം മനുഷ്യനായിരിക്കും. ഇതാണ് സോഷ്യൽ റിഫോർമേഷൻ. അത് ഡോക്ടറായാലും ചെയ്യണം, എഞ്ചിനീയർ ആയാലും ചെയ്യണം, ആരായാലും ചെയ്യണം. അല്ലാതെ നമ്മൾ വെറും ഒരു ഡോക്ടറായി കുറേ രോഗികളൊക്കെ പരിശോധിച്ച് അവർക്ക് ഓപ്പറേഷനൊക്കെ നടത്തി അങ്ങനെ ജീവിച്ചു പോയി മരിച്ചു പോയ ഒരു ഡോക്ടറല്ല നമ്മളാകേണ്ടത്. ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മൾ ഒരുപാട് ആൾക്കാരെ ചികിത്സിച്ചില്ലേ, അത് നമ്മൾ ഫീസും വാങ്ങിയില്ലേ, അതല്ല, അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് നമ്മൾ ശമ്പളം വാങ്ങിയില്ലേ, അപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് കുറച്ച് ചെയ്തു കൊടുക്കണം. അതെങ്ങനെയാ ചെയ്തു കൊടുക്കേണ്ടത്? പ്രധാനപ്പെട്ട സ്ഥലത്തെത്തുമ്പോൾ അത് നമുക്ക് നാളെ ആഖിറത്തിലേക്ക് ഗുണമുണ്ടാകുമെന്ന് നമുക്ക് പരിപൂർണ ബോധ്യമാകുമ്പോൾ, അഥവാ നമ്മൾ ഡോക്ടറാകുന്ന സമയത്ത് ഓപ്പറേഷൻ ചെയ്തു കൊടുക്കുന്ന ഒരു പാവപ്പെട്ട ആൾക്കാകുമ്പോൾ അതൊരു സോഷ്യൽ വർക്കിന്റെ ഭാഗമാണ്. സോഷ്യൽ വർക്ക് വേറെ, സോഷ്യൽ ലീഡർ വേറെ, സോഷ്യൽ റിഫോമർ വേറെ. സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്, അത് വർക്കാണ്. ആ വർക്ക് ചെയ്തിട്ടൊരു ലീഡർ ആവുക എന്നത്, അഥവാ സമൂഹത്തിന്റെ ഒരു ലീഡർ, അത് വേറെയാണ്. ഞാൻ പറഞ്ഞ പൊളിറ്റിക്കൽ ലീഡറോ മറ്റോ ഒന്നുമല്ല. അതിലൂടെയും ചിലപ്പോൾ അങ്ങനെയൊക്കെ ആകാം, അതിലൂടെയും അങ്ങനെയൊക്കെ ആകാം. പക്ഷെ അതിനും അപ്പുറത്താണ് സോഷ്യൽ റിഫോമർ. അതൊരു പക്ഷേ എഴുത്തുകാർക്കിടയിൽ ഉണ്ടാകും, പ്രഭാഷകന്മാർക്കിടയിൽ ഉണ്ടാകും, വലിയ വലിയ ഓർഗനൈസേഷൻ കൊണ്ട് നടന്ന ആളുകൾക്കിടയിൽ എന്തായാലും ഉണ്ടാകും. സോഷ്യൽ ആയിട്ട് ആളുകളെ ഉയർത്തിക്കൊണ്ടുവന്ന മനുഷ്യർ. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്? ഈ പറയുന്ന കരിയർ എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് അവിടെയാണ്. ഞാൻ തുടങ്ങിയെടുത്ത് തന്നെ ഒന്നും കൂടി തുടങ്ങട്ടെ. ഈ പറയുന്ന അസാലത്തും ഹദാസത്തും നമ്മുടെ ഉള്ളിലേക്ക് എത്തി ഏകഛത്രാധിപതിയും സർവാധിപതിയുമായ അള്ളാഹുവിലേക്ക് സമ്പൂർണ്ണമായി തിരിഞ്ഞ് കുട്ടിക്കാലം മുതലേ എല്ലാവരെയും സ്നേഹിച്ചും എല്ലാവരോടൊപ്പവും കഴിഞ്ഞും നല്ല രീതിയിൽ നല്ല സ്വഭാവത്തോടു കൂടി ആയിത്തുടങ്ങുന്നത് മുതൽ, അഥവാ അൽ ഫിത്രയിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നത് മുതൽ അങ്ങോട്ട് ഈ പറയുന്ന ഇന്നത്തെ ലോകത്തിൻ്റെ ചാബല്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കൂടി നമുക്ക് പറ്റണമെന്നതാണ്. അതാണ് ഡെയർ ടു സേ നോ എന്ന് ഞാൻ പറയുന്നത്. പെൺകുട്ടികൾ പ്രത്യേകിച്ചും. എനിക്ക് നിങ്ങളുടെ കാര്യത്തിലാണ് കൂടുതൽ ഭീതി. ആൺകുട്ടികളെ കൗൺസിലിംഗ് ചെയ്യാം, തെറാപ്പി ചെയ്യാം, മെഡിക്കേഷൻ കൊടുക്കാം, അതിൻ്റെ അപ്പുറത്തേക്ക് വേണമെങ്കിൽ ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് കൊണ്ടുപോകാം, എന്നിട്ട് അപ്പുറത്തേക്ക് അവരെ റീപ്ലേസ് ചെയ്യാം, പിന്നെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാതെ വേറെ ഗൾഫൊക്കെ ഒടുക്കലൊക്കെ കയറ്റിയാക്കാം. പക്ഷെ പെൺകുട്ടികളുടെ കഥ എന്താ? പെൺകുട്ടികളെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് എന്താണ് ചെയ്യാൻ പറ്റുക? കാരണം അവർ ഇമോഷണലി കുറച്ചും കൂടി ഡൗൺ ആയതുകൊണ്ട്, നിങ്ങൾ കുറച്ച് സ്നേഹം കൂടുതൽ ഉണ്ടായതുകൊണ്ട് നിങ്ങളുടെ വൈകാരിക പ്രകടനങ്ങളും അങ്ങനെ തന്നെയായിരിക്കും. ആൺകുട്ടി മരുന്നടിച്ചാൽ ചിലപ്പോൾ കയ്യാ വീശുന്നതെങ്കിൽ പെൺകുട്ടി അതടിച്ചാൽ ചിലപ്പോൾ മുടിയെല്ലാം പറിച്ചിട്ട് തലയെല്ലാം ഇങ്ങനെ ചുമരിൽ അടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വെറുതെ പറയുന്നതല്ല, ഇക്കണ്ട മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കാനുള്ളതാണ്. ഇനി ചിലപ്പോൾ ചോദ്യങ്ങൾ വന്നേക്കാം, എന്തിനാണ് മഹല്ല് സിസ്റ്റം എന്ന് വരെ. പക്ഷെ ആ സമയത്ത് ജാഗ്രതയോടെ നിൽക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആ ചോദ്യങ്ങൾ ഒരു പക്ഷെ ഉയർന്നു വന്നേക്കാം. നമുക്ക് സംസ്ഥാനമില്ലേ, നമുക്ക് ജില്ലയില്ലേ, നമുക്ക് താലൂക്കില്ലേ, നമുക്ക് പഞ്ചായത്തില്ലേ, നമുക്ക് വാർഡില്ലേ? അതിനിടയിലാണ് എന്തിനാണ് ഒരു മഹല്ല് എന്ന ചോദ്യം തുടങ്ങി. അത് ഞാൻ എൻ്റെ വകയായിട്ട് ചോദിക്കല്ല, യു പിയിലൊക്കെ ചോദ്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ആ സമയത്ത് എന്തിനാണ് മഹല്ല് എന്ന് കൃത്യമായിട്ട് പറയാൻ നമുക്ക് പറ്റണം. എന്തിനാ മഹല്ല്? നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കുക. എന്തിൻ്റെയൊക്കെ അന്തരീക്ഷം? നമ്പർ 1 വിശ്വാസത്തിൻ്റെ, നമ്പർ 1 നല്ല കർമ്മത്തിൻ്റെ, നമ്പർ 3 നല്ല സ്നേഹത്തിൻ്റെ, എല്ലാ ബഹുസ്വരതയുടെ, അതേപോലെ വിദ്യാഭ്യാസത്തിൻ്റെ, പുരോഗതിയുടെ, ഏറ്റവും വലിയ സമൂഹത്തെ വാർത്തെടുക്കുന്നതിൻ്റെ, നല്ല വിദ്യാർത്ഥികളുടെ ലോകത്തിൻ്റെ, മയക്കുമരുന്നിൽ നിന്ന് മുക്തമായിട്ടുള്ള ഒരു സമൂഹത്തിനെ, അവരെ വാർത്തെടുക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, അമ്മമാരെ വാർത്തെടുക്കുന്ന ഒരു സമൂഹമാകുന്നതിൻ്റെ, അവർക്ക് കാഴ്ചപ്പാട് കൊടുക്കുന്ന ഏറ്റവും സുന്ദരമായ മഹല്ലിൻ്റെ ഭാരവാഹികൾ എന്നുള്ള അവസ്ഥയിലേക്ക് ഉയർന്ന്, അതേപോലെ തന്നെ അവരെ ചിറക് കൊണ്ട് പറപ്പിക്കുന്ന യുവാക്കളുടെ ലോകത്തിലേക്ക് പറന്ന് പ്രത്യാശയോട് കൂടി ജീവിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ ഈ വിദ്യാർത്ഥികളെയും കണ്ട് സുന്ദരമായ രീതിയിൽ മഹല്ലുകൾ വാർത്തെടുത്ത് പോരാ, ഇവിടെ ഇനി എന്തൊക്കെ പോരായ്മകളുണ്ടോ അതിനെ മുഴുവൻ നല്ല രീതിയിൽ കാണാനും നമുക്ക് പറ്റണമെന്നതാണ്. അതിനാണ് ഇവിടെ ഇന്ന് മഹല്ല് സംഗമം സംഘടിപ്പിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ, ഒന്ന് വിശ്വാസത്തിലേക്ക് മടങ്ങുക. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും തൗഹീദിന്റെ അവസ്ഥയിൽ ജീവിക്കുന്നവരാണ്. ആ തൗഹീദ് വിടാതെ പോകാൻ നമുക്ക് പറ്റണം. ഏകനായ അള്ളാഹുവിലേക്ക് മാത്രമേ തിരിയാവൂ എന്നുള്ള ഒരവസ്ഥ നമ്മൾ വീണ്ടും വീണ്ടും സംജാതമാക്കിക്കൊണ്ടിരിക്കണം. അഥവാ
സാക്ഷാൽ മാലാഖമാർ വന്നിറങ്ങിയാൽ പോലും അവരും അല്ലാഹുവിന്റെ സൃഷ്ടികളാണെന്ന് പറയാൻ നമുക്ക് പറ്റണം. They are not God. അവർ ദൈവമല്ല, അവർ ദൈവത്തിന്റെ ദൂതന്മാർ മാത്രമാണെന്ന് പറയാൻ നമുക്ക് പറ്റണം. പ്രവാചകന്മാർ അവർ അല്ലാഹുവിന്റെ ദൂതന്മാരാണ്, ഒരിക്കലും അവരാരും ദൈവങ്ങളല്ല എന്ന് പറയാൻ നമുക്ക് പറ്റണം. ഏകഛത്രാധിപതി, സർവാധിപതി, സമഗ്രാധിപതി അവൻ ഒന്നേ ഉള്ളൂ, അത് അല്ലാഹു മാത്രമാണ്. ബാക്കിയെല്ലാം അവന്റെ സൃഷ്ടികൾ മാത്രമാണ്. അതിൽ മലക്കുകളുണ്ട്, അതിൽ ജിന്നുകളുണ്ട്, അതിൽ മനുഷ്യരുണ്ട്, ഇന്നലകളിൽ കഴിഞ്ഞു പോയവരുണ്ട്, നാളെയിൽ വരാനിരിക്കുന്നവരുണ്ട്, ഇന്ന് ജീവിച്ചിരിക്കുന്നവരുണ്ട്. എല്ലാം കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അത്യുദാരനും അങ്ങേയറ്റം ബഹുമാനമാക്കപ്പെട്ടവനുമായ അല്ലാഹു മാത്രം ജീവിച്ചിരിക്കും, അല്ലാഹു മാത്രം ബാക്കിയാകും, ബാക്കിയുള്ളതെല്ലാം നശിക്കും. ആ നശിക്കുന്നതിൽ കുല്ലു മൻ അലൈഹാ ഫാൻ എന്ന് പറഞ്ഞതിൽ ഹസ്രത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുണ്ട്, മീകാൽ അലൈഹി സ്വലാത്തു വസ്സലാമയുണ്ട്, ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുണ്ട്, എല്ലാ മലക്കുകളുമുണ്ട്, എല്ലാ ജിന്നുകളുമുണ്ട്, എല്ലാ മനുഷ്യരുമുണ്ട്. കുല്ലു മൻ അലൈഹാ ഫാൻ. എന്നിട്ട് നാളെ മഹ്ശറ വൻസഭയിൽ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് നിർത്തും. എല്ലാ ഭരണാധികാരികളും ഉണ്ടാവും അവിടെ പാമരന്മാരായിട്ട്, എല്ലാ സമ്പന്നരുണ്ടാവും അവിടെ പാമരന്മാരായിട്ട്, എല്ലാ മനുഷ്യരുണ്ടാവും അവിടെ ഒരേ ഒരുമയിലായിട്ട്, അഥവാ എല്ലാവരും ഒരേപോലെ ആയിട്ട് അങ്ങനെ ഉണ്ടാകും. ആ സമയത്ത് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യം വിശുദ്ധ ഖുർആനിലുണ്ട്. ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഇന്നത്തെ ദിവസത്തിന്റെ ഉടമസ്ഥനായ ആരുണ്ട്? ഈ ഖഹാറായ അല്ലാഹു അല്ലാതെ എന്ന് അല്ലാഹു ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. ആ രംഗത്തെ ഇന്ന് നമ്മൾ കാണണം. ഒരു മനുഷ്യരിലേക്കും നമ്മൾ തിരിയില്ല. ആരാധിക്കപ്പെടാൻ അർഹൻ അല്ലാഹു മാത്രം. വേറെ ഒരു മനുഷ്യരും നമുക്ക് വേണ്ട, ഒരു ജിന്നും നമുക്ക് വേണ്ട, ഒരു മലക്കും നമുക്ക് വേണ്ട. അവരെല്ലാവരും അല്ലാഹുവിന്റെ സൃഷ്ടികൾ മാത്രമാണ്. ഇനി എങ്ങാനും തീയിലേക്ക് എടുത്തെറിയാൻ വേണ്ടി പോകുമ്പോ സാക്ഷാൽ മലക്കുകൾ വന്നാൽ പോലും മാറി നിൽക്ക് ജിബ്രീൽ, നിങ്ങളും അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, എനിക്ക് എൻ്റെ അല്ലാഹു മതി, ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പറഞ്ഞതുപോലെ മലക്കുകളോട് പോലും പറയാൻ പറ്റുന്ന കരുത്തായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. കാരണം നമ്മൾ ഏകനായ അല്ലാഹുവിനെ ആരാധിക്കുന്നവനാണ്, ഏകനായ അല്ലാഹുവിലേക്ക് മാത്രം തിരിയുന്നവനാണ്. ആ അല്ലാഹു എന്ന് പറഞ്ഞാൽ അവനെ പകരം വെക്കാൻ ആരുമില്ലാത്തവനാണ്. ആ ഏകനായ ഒന്ന് മറ്റുള്ളവർ ആരെയും ആരാധിച്ചു കൊള്ളട്ടെ, നമുക്കൊരു വിരോധവുമില്ല. അവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ, അവരോട് എല്ലാ അർത്ഥത്തിലുമുള്ള സാഹോദര്യം മാത്രമേ ഉള്ളൂ. ലക്കും ദീനക്കും വലിയ ദീൻ. ഓരോരുത്തർക്കും ഓരോ മതങ്ങളും ഇച്ഛകളുമുണ്ട്, അവരതനുസരിച്ച് നടക്കട്ടെ, അങ്ങനെ തന്നെ നടക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പാരസ്പര്യവും സ്നേഹവും നമ്മൾ നിലനിർത്തുമാറാകട്ടെ. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏകനായ അല്ലാഹുവിലേക്കാണ്. അത് അവരുടെ വേദത്തിലും പറയുന്നുണ്ട്. ഏകം സതിപ്രാഹ ബഹുദാ വദന്തി, ഏകം സതിപ്രാഹ ബഹുദാ കൽപ്പയന്തി. ഏകമായിട്ടുള്ളതിനെ പലതായി ഗണിക്കുന്നു, ഏകമായിട്ടുള്ളതിനെ നമ്മൾ പലതായി കാണുന്നു എന്ന്. അതുകൊണ്ട് ഏകനായ അല്ലാഹുവിലേക്ക് മാത്രമേ നമ്മൾ തിരിയാവൂ. രണ്ടാമത്തത്, ഒരൊറ്റ റോൾ മോഡൽ മാത്രമേ നമ്മളെ മുമ്പിലുള്ളൂ ഈ വിശ്വാസികളുടെ മുമ്പിൽ. അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മുടെ ജീവിതമാക്കലാണ്. ആ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം, ഏറ്റവും വലിയ ദൗത്യം എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്ന അന്തരീക്ഷം ഉണ്ടാകലാണ്. അങ്ങനെ മഹല്ലിനെ കൊണ്ടു നടക്കാൻ നമുക്ക് പറ്റണം. ഈ മഹല്ലിന് ഒരുപാട് പുരോഗതിയിലേക്ക് കൊണ്ടുപോകണം. അതിൻ്റെ ആദ്യപടി കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അൽ ഫിത്ര എന്ന് പറയുന്ന സ്ഥാപനമാണ്. അൽ ഫിത്രയുടെ രൂപം ഞാൻ പറഞ്ഞു. നമ്മുടെ ഉള്ളിലേക്ക് കുഞ്ഞുനാള് മുതലേ അസ്സലിയായതിനെ കയറ്റുകയും ഹദാസത്ത് അഥവാ വ്യാഖ്യാനങ്ങൾ, മനുഷ്യന്റെ ജൽപ്പനങ്ങളും സിദ്ധാന്തങ്ങളും അതിനെ പിന്നീട് ഒരു ഫിലോസഫി ആയിട്ട് മാത്രം പഠിക്കുകയും ചെയ്യലാണ്. ഉള്ളിലേക്ക് ആദ്യം ഇറങ്ങേണ്ടത് വിശ്വാസവും അതുമായി ബന്ധപ്പെട്ട വാല്യൂസുമായതുകൊണ്ട് അത് പഠിപ്പിക്കുന്ന മൂല്യത്തിലേക്ക് കൊണ്ടുപോകുന്ന അൽ ഫിത്രയോടൊപ്പം എന്നും നിങ്ങളുണ്ടായിരിക്കണം. ഈ മഹല്ലിൻ്റെ എല്ലാ പുരോഗതിയിലും നിങ്ങളുണ്ടായിരിക്കണം. ഇതൊരു പിരിവിൻ്റെ മറ്റു സദസ്സൊന്നുമല്ല. എങ്കിലും ഒരു മൂല്യമെന്ന അർത്ഥത്തിൽ ചോദിച്ചു കൊള്ളട്ടെ, ഈ മഹല്ലൊരിക്കലും അനാഥമായി നിൽക്കരുത്. പള്ളി കയറ്റാൻ വേണ്ടി ചോദിക്കുമ്പോൾ നമ്മുടെ കൈകൾ ഇങ്ങനെ താഴ്ന്നു പോകരുത്. മദ്രസയുടെ അങ്കണം വലുതാക്കണമെന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ കൈകൾ താഴ്ന്നു പോകരുത്. ആ സമയത്തും സഹായിക്കാൻ നമുക്ക് പറ്റണം. എൻ്റെ അയൽനാട്ടായിട്ടുള്ള കുറുമ്പത്തൂരിലെ എൻ്റെ മഹല്ല് കോന്നല്ലൂരാണ്. അതിൻ്റെ അപ്പുറത്ത് കുറുമ്പത്തൂർ മഹല്ല്. ആ മഹല്ലിൻ്റെ പണി കഴിഞ്ഞിങ്ങനെ നിൽക്കാൻ അപ്പം തങ്ങൾ വന്ന് നാളെ ഉദ്ഘാടനം ചെയ്യുന്നു, ഹൈദരലി ശിഹാബ് തങ്ങൾ. അതിന് മുമ്പത്തെ ദിവസം സ്ത്രീകൾ മൊത്തത്തിൽ വന്ന് കാണുകയാണ്. ആ കാണുന്ന കാഴ്ചയിൽ സ്ത്രീകൾ ഇങ്ങനെ വന്ന് മതിൽ തൊടുന്നുണ്ട്, തൂണ് തൊടുന്നുണ്ട്, എന്നിട്ട് കരയുന്നുണ്ട്. ഞാൻ അവിടുന്ന് വിവാഹം കഴിച്ചത്, അതുകൊണ്ട് എൻ്റെ അതുമായി കുടുംബവുമായി ബന്ധപ്പെട്ടവർ പറയാണ്, ഓരോ സ്ത്രീയുടെയും കരച്ചിലിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? എൻ്റെ ചൈന ഇവിടെ എവിടെയോ ഉണ്ട്, എൻ്റെ ഒരു വള ഇവിടെ എവിടെയോ ഉണ്ട്, അത് നാളെ കരുത്തായി മാറട്ടെ എന്ന് പള്ളിയുടെ ഓരം ചാരി നിന്നുകൊണ്ട് കരയുന്ന സ്ത്രീകളെ
കണ്ടു എന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്നറിയോ? ഇങ്ങനെ ഒരു മഹല്ലിൻ്റെ പുരോഗതി എന്ന് പറയുമ്പോൾ ആരാധനാലയങ്ങൾ അതിലുണ്ടായിരിക്കണം, മനുഷ്യ സ്നേഹങ്ങൾ അതിലുണ്ടായിരിക്കണം, വർഗീയതയില്ലാത്ത അവസ്ഥയും ഉണ്ടായിരിക്കണം. എന്നെങ്കിലും ഒരിക്കൽ, അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്, എന്നെങ്കിലും ഒരിക്കൽ നമ്മുടെ കേരളക്കരയിൽ എന്തെങ്കിലും വർഗീയപരമായ അവസ്ഥകൾ പുകിലകുമ്പോൾ, അല്ലെങ്കിൽ ഒന്നിങ്ങനെ മുകൾപ്പെട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചെറിയ തീനാളം പോലെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരോ മറ്റുള്ളവരെ കൊണ്ടുവരുമ്പോൾ പേമാരിയെപ്പോലെ പെയ്തിറങ്ങാൻ ഈ മഹല്ലുകാരുണ്ടാകണം. ആ വർഗീയതയുടെ തീനെ ഇല്ലാതെയാക്കാൻ വലിയ പേമാരിയായി നമ്മൾ പെയ്തിറങ്ങണം. അതായിരിക്കണം മഹല്ല്, സന്തോഷത്തിൻ്റെ മഹല്ല്. എപ്പോഴെങ്കിലും വർഗീയത നടക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാ കമ്മ്യൂണിറ്റിയെയും നെഞ്ചിൽ ചേർത്തുകൊണ്ട് പോ നിങ്ങളെന്ന് പറയാൻ, എല്ലാ മനുഷ്യർക്കും വേണ്ടി സംസാരിക്കാൻ ഇവിടുത്തെ മുഴുവൻ മനുഷ്യരും ഉണ്ടാകണം. ഇവിടുത്തെ വിദ്യാർത്ഥികളോട് 1000 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഇങ്ങനെ അടിച്ചു കയറ്റി തലയിലേക്ക് കയറ്റുന്നവൻ്റെ പേരല്ല വിദ്യാർത്ഥി. മനുഷ്യരാശിക്ക് വേണ്ടി അന്യായത്തിന് നേരെ വിരൽ ചൂണ്ടുന്നവൻ്റെ പേരാണ്. ഒരു ചോദ്യമെങ്കിലും തിരിച്ചു ചോദിക്കുന്നവൻ്റെ പേര് കൂടിയാണ് വിദ്യാർത്ഥി എന്ന് വിദ്യാർത്ഥികൾ പഠിക്കണം. നമ്മൾ 1,00,000-ൽ ഒരുവനല്ല, 1,00,000 ആളുകളെങ്കിലും ഫോളോ ചെയ്യുന്ന, മൊബൈലല്ല വാട്സപ്പിലല്ല, ജീവിതത്തിൽ ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യനായി മാറാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് മയക്കുമരുന്നിലേക്ക് ആളുകൾ വിളിക്കുമ്പോൾ നോ പറയുന്നത് ആ 1,00,000-ൽ ഒരുവനാകാനല്ല, ആ 1,00,000 ആളുകളെ തിരുത്തുന്ന ആളാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നോ പറയുന്നത്. ആ അവസ്ഥയിൽ ഇവിടുത്തെ വിദ്യാർത്ഥികളുമാകണം. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളോട് ക്യാമ്പസിലേക്ക് പോകുമ്പോൾ, മറ്റുള്ളതിലേക്ക് പോകുമ്പോൾ പല ചോദ്യങ്ങളും പല ദൈക്ഷണികതകളും ഒക്കെയായി പലരും വരും. അവരോട് അതേപോലെ തന്നെ സൗമ്യമായി നല്ല രീതിയിൽ വിശ്വാസ പ്രമാണങ്ങൾ സംസാരിക്കാനും നല്ല രീതിയിൽ ഉറച്ചു നിൽക്കാനും നമുക്ക് സാധിക്കണം. ക്യാമ്പസിൻ്റെ രീതിയിൽ പോകട്ടെ. എല്ലാ യൂണിവേഴ്സിറ്റിയും എല്ലാ ക്യാമ്പസുകളും നമുക്ക് നല്ല രീതിയിൽ അറിവുകൾ നൽകുന്നു, എല്ലാ അധ്യാപകരും നൽകുന്നു. പക്ഷെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ ആ സമയത്തും നല്ല യശസ്സോടെ മറുപടി പറയാനും നല്ല ധീരതയോടുകൂടി നിൽക്കാനും നമുക്ക് പറ്റണം. അങ്ങനെ 800 കോടി ജനങ്ങളെയും നെഞ്ചിൽ ചേർത്തുകൊണ്ട് ഈ മഹല്ല് ഉശിരോടുകൂടി പറയട്ടെ, ലോകത്തിൻ്റെ ചക്രവർത്തി അള്ളാഹുവിലേക്ക് തിരിയണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ കൊണ്ടു നടക്കണമെന്നും ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും സ്നേഹിക്കണമെന്നും തൻ്റെ കുടുംബവും മഹല്ലും എന്നും ഏറ്റവും സ്ട്രോങ് ലെവലിൽ നിൽക്കണമെന്നും ഒരിക്കലും മോശമാക്കപ്പെട്ട ഒന്നിലേക്കും, മയക്കുമരുന്നിലേക്കോ മദ്യത്തിലേക്കോ വേറെ ഒന്നിലേക്കും ഞാനോ എൻ്റെ കുടുംബമോ എൻ്റെ മക്കളോ പോകില്ല എന്നും നമുക്കൊന്നുകൂടി ഒന്ന് നിയ്യത്ത് വെക്കാം. എല്ലാ ആളുകളും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ജസ്റ്റ് ഒന്ന് ഒരു പ്രതിജ്ഞ പോലെ, അവിടെ എഴുന്നേറ്റുന്ന ഇവിടെ എഴുന്നേറ്റുന്ന കുറേ നേരമില്ല നമ്മൾ ഇരിക്കാൻ തുടങ്ങിയിട്ട്, പ്രത്യേകിച്ച് പ്രതിജ്ഞ ഒന്നുമില്ല. ഈ രീതിയിൽ ഇതിനേക്കാൾ അപ്പുറത്ത് ജീവിക്കുന്നവരാ നിങ്ങൾ. അതുകൊണ്ട് ഈ മഹല്ലിൽ ഒരിക്കലും മയക്കുമരുന്നില്ലാതെ, മദ്യമില്ലാതെ എല്ലാ മനുഷ്യരെയും സ്നേഹിച്ച് എല്ലാവരെയും ഒരുപോലെ കണ്ട് ഏകഛത്രാധിപതിയിലേക്ക് തിരിഞ്ഞ് നല്ല രീതിയിൽ സുന്നത്തനുസരിച്ച് ജീവിച്ച് പരസ്പര സ്നേഹത്തോടെ, വീട്ടിൽ കുശുമ്പോ കുനിഷ്ടോ ഇല്ലാതെ എല്ലാവരും സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന മക്കളെ നല്ല ഉന്നത പൊസിഷനിലേക്ക് എത്തിക്കുന്ന ജീവിതം ഇന്നു മുതൽ ഒരുപാട് നാളായി തുടങ്ങി. ഇന്നു മുതൽ ഒന്നും കൂടി സ്ട്രോങ് ആക്കാമെന്ന് ഇപ്പുറത്ത് നിൽക്കുന്ന 4 ആൾക്കാർക്കൊന്ന് കൈയ്യെടുത്താട്ടെ. ഇൻഷാ അല്ലാഹ് അപ്പുറത്ത് ചിലപ്പോൾ മോനായിരിക്കാം, ചിലപ്പോൾ ചെറിയ കുട്ടിയായിരിക്കാം. ഒരു പ്ലഡ്ജ് പോലെ അതൊരു വെറും ഒരു ഹസ്തദാനമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് കൈയ്യെടുത്തോളൂ ഇൻഷാ അല്ലാഹ്. 4 ഇതൊക്കെ എന്തിനാന്ന് ചോദിക്കും. മനുഷ്യ മനസ്സിലേക്ക് ചില സന്ദേശങ്ങൾ ഏറ്റെടുക്കാൻ ചില മുഷ്ടി ചുരുട്ടലുകൾ അനിവാര്യമാണ്, ചില കൈകോർക്കലുകൾ അനിവാര്യമാണ്, ചില സഹവർത്തിത്വം അനിവാര്യമാണ്. ഈ മഹല്ലിനെ അള്ളാഹു എന്നും കാക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ റബ്ബന തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. യാ അല്ലാഹ്, കരുണയുള്ള തമ്പുരാനെ, ഇവിടെ ധാരാളം രോഗികളായി ആളുകളുണ്ട് പടച്ചവനെ. അവരെല്ലാവരും അതിനുവേണ്ടി വസിയത്ത് പോലെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് തമ്പുരാനെ. അവിടെ എല്ലാ രോഗങ്ങളെയും നീ ശിഫയാക്കി കൊടുക്കണേ പടച്ചവനെ. യാ അല്ലാഹ്, ധാരാളം ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് പടച്ചവനെ. അവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ പടച്ചവനെ. യാ അല്ലാഹ്, ഈ കൂട്ടത്തിൽ ധാരാളം ആൾക്കാർ കടക്കാരുണ്ട് പടച്ചവനെ. ആ കടങ്ങളെല്ലാം നീ വീട്ടണേ പടച്ചവനെ. യാ അല്ലാഹ്, കരുണയുള്ള തമ്പുരാനെ, ഞങ്ങൾ പല ആൾക്കാരും വീട്ടിൽ വിഷമമുള്ളവർ, സമൂഹത്തിൽ വിഷമമുള്ളവർ, കച്ചവടത്തിൽ പ്രയാസങ്ങളുള്ളവർ, ജോലിയിൽ പ്രയാസങ്ങളുള്ളവർ, പഠിത്തത്തിൽ പ്രയാസങ്ങളുള്ളവർ, പല ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ട് പടച്ചവനെ. എല്ലാ പ്രയാസങ്ങളെയും നീ മാറ്റണേ പടച്ചവനെ. ഞങ്ങൾ ആഖിറത്തിലും ദുനിയാവിലും ഏറ്റവും നല്ല മനുഷ്യരാക്കി മാറ്റണേ പടച്ചവനെ. മനുഷ്യരെ മുഴുവൻ സ്നേഹിക്കുന്ന, എല്ലാവരെയും നല്ല രീതിയിൽ കാണുന്ന, ഏറ്റവും ഇസ്സത്തോടു കൂടി മുന്നോട്ട് പോകുന്ന, തൗഹീദോടു കൂടി മുന്നോട്ട് പോകുന്ന, സുന്നത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു
സമൂഹമാക്കി ഞങ്ങളെ നീ മാറ്റണേ പടച്ചോനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം. اللهم إنا نسألك الهدى والتقى والعفاف والغنى يا رب العالمين. اللهم إنا نعوذ بك من الهم والحزن، وأعوذ بك من العجز والكسل، وأعوذ بك من الجبن والبخل، وأعوذ بك من غلبة الدين وقهر الرجال. اللهم حسن مرادنا واشف أمراضنا واقض حاجاتنا واغفر ذنوبنا يا غافر المذنبين. اللهم أنت ربنا وأنت ولينا في الدنيا والآخرة، عليك توكلنا وإليك أنبنا وإليك المصير. ربنا رب ارحمهما كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. അല്ലാഹുവേ, ഈ നാടിനെ നീ കാക്കണേ പടച്ചോനെ. ഇവിടെ വർഗീയതയില്ലാതെ കാക്കണേ പടച്ചോനെ. ഈ കേരളത്തെയും ഇന്ത്യയെയും മുഴുവനും ഏറ്റവും നല്ല സൗഹാർദ്ദത്തിൻ്റെ ഭൂമികയാക്കി മാറ്റണേ പടച്ചോനെ. യാ അല്ലാഹ്, ആരെങ്കിലും ഇതിനു വേണ്ടി തുനിയുന്നുണ്ടെങ്കിൽ അവരെ മുഴുവൻ നിഷ്പ്രഭമാക്കണേ പടച്ചോനെ. യാ അല്ലാഹ്, എല്ലാ അവസ്ഥയിലും ഞങ്ങളെ വിജയിപ്പിക്കണേ പടച്ചോനെ. ലോകത്തിൽ മുഴുവൻ നീ സമാധാനം കൊടുക്കണേ പടച്ചോനെ. എവിടേക്ക് അസമാധാനത്തോടു കൂടി കഴിയുന്നുണ്ടോ, ഏതൊക്കെ കുട്ടികൾ കരയുന്നുണ്ടോ, ഏതൊക്കെ സ്ത്രീകൾ വിലപിക്കുന്നുണ്ടോ പടച്ചോനെ, അവിടെ എല്ലാ വിലാപങ്ങളെയും കരച്ചുകളെയും നിർത്തലാക്കണേ പടച്ചോനെ. എല്ലായിടത്തും നീ സമാധാനം നൽകണേ പടച്ചോനെ. ഈ ദുനിയാവിൽ നല്ല വിജയം നൽകി ആഖിറത്തിലും ഉന്നതമായ വിജയം നൽകണേ പടച്ചോനെ. അല്ലാഹുമ്മ അൻത റബ്ബുനാ വഅൻത വലിയുനാ ഫിദ്ദുനിയ വൽ ആഖിറ, അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ഹസ്ബിയല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.